കുറേ നാളായിട്ട് ഞാൻ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വയ്ക്കാനുള്ള കബോർഡ് അന്വേഷിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതൊരു വലിയ ബോക്സിലാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ പീസുകളൊക്കെ നമ്മൾ ആകെ കുഴച്ച് മറിക്കാതെ അവർ തന്നേക്കുന്ന പോലെ തന്നെ സെറ്റായിട്ട് വെച്ച് ഓരോ ഭാഗവും സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക്കാണ്. നല്ല കനം കുറവിലാണ്, പക്ഷെ കാണാൻ നല്ല ലുക്കാണ്. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിട്ടും തോന്നുന്നുണ്ട്. പിന്നെ അത് കാല് രണ്ടും സെറ്റ് ചെയ്ത് അതിൻ്റെ ബേസും വെച്ച് പിന്നെ രണ്ട് സൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ബാക്ക് സൈഡും പിന്നെ മുകൾ ഭാഗവും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. ഭയങ്കര ബലം പ്രയോഗമൊന്നും നടത്തരുത് ഇതിനകത്ത്. പിന്നെ ചില ഭാഗങ്ങൾ നമ്മളിങ്ങനെ ലെയർ മുകൾ ഭാഗം ഇങ്ങനെ വയ്ക്കുന്ന സമയത്തൊന്ന് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതതിൻ്റെ ഒരു ലെവൽ വ്യത്യാസം വരുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വിരലൊന്ന് കയറ്റി രണ്ട് പോർഷനും തമ്മിൽ ഒരേ ലെവലിൽ പിടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വീഴും കേട്ടോ. പിന്നെ ഇതിൻ്റെ അടപ്പ് വരുന്ന ഭാഗമാണത്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് അതിൻ്റെ ഡോറ് കയറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ബാക്ക് സൈഡൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ 5 ലെയറിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ പല ലെയറും നമുക്ക് കിട്ടും. കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറഞ്ഞ വിലയിൽ നമുക്കിങ്ങനെ പൊടിയൊന്നും കയറാതെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കബോർഡ് എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ ഈ അടയ്ക്കുന്ന അടപ്പ് ഡോർ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗം അത്ര സ്മൂത്തൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ ചെറിയൊരു ബലം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇടിച്ച് കാണിച്ചതാണ്, അത്ര സ്മൂത്തായിട്ട് അങ്ങോട്ട് കയറില്ല എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു റേറ്റിൽ ഈ ഒരു കബോർഡ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു മക്കളുടെയൊക്കെ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് എടുത്തു വയ്ക്കാനും ഒക്കെ നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയൊന്നും എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ചെറുതായിട്ടൊരു സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ 2 സ്ഥലത്ത്. പിന്നെ ഇങ്ങനെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് വാങ്ങിയത്. നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി. പിന്നെ ഡോറ് അടയ്ക്കേണ്ടത് ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ആ ഹുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വീഴും കേട്ടോ. പിന്നെ മുകൾ ഭാഗം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇങ്ങനെ റഷായിട്ട് സാധനങ്ങൾ വയ്ക്കുന്നത് ഇഷ്ടമല്ല. വേണമെങ്കിൽ ഒത്തിരി സാധനങ്ങൾ വയ്ക്കാം കേട്ടോ. തുണിയൊക്കെ മടക്കി വയ്ക്കാനൊക്കെ നല്ല സെറ്റ് കബോർഡാണ്. എന്തായാലും എനിക്കിത് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ. നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ടും ഉപയോഗിക്കാം, എടുക്കാനും പിടിക്കാനൊക്കെ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, അത്ര ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് ഫോഴ്സ് കൊടുക്കണം അതിങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ ആയിട്ടോ. പിന്നെ എന്താ പറയുക, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലൊക്കെ അതിനെക്കുറിച്ച് കമൻ്റ് ഇടണം. അതുപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുത്തത്.